കേസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനെ വിലക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ ഹർജി കോടതി തള്ളി. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയാണ് ഹർജി തള്ളിയത്. മുഖ്യമന്ത്രിയുടെ ആവശ്യം അംഗീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് വിലയിരുത്തിയ കോടതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അപരിഹാര്യമായ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. കേസുകളെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ വിലക്കണമെന്ന ഹർജികൾ തള്ളാൻ തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു. പ്രസ്താവനകളിൽ നിന്ന് വി.എസിനെ വിലക്കണമെന്ന ആവശ്യം അംഗീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ അവകാശത്തിനു മേലുള്ള കടന്നുകയറ്റമാകും. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് ഭരണപരമായ തീരുമാനങ്ങളെടുക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട്. ഇത്തരം തീരുമാനങ്ങളിലെ അപാകത പൊതുജനമധ്യത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ കർത്തവ്യം. അതാണ് ജനാധിപത്യത്തിന്റെ കാതൽ. പൊതുജനമധ്യത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കും തുല്യ അവകാശമാണുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിലൂടെ പരാതിക്കാരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അപരിഹാര്യമായ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും ജഡ്ജ് എ ബദറുദ്ദീൻ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ കേസുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ കോടതി അഭിപ്രായം പറയുന്നില്ല. വിചാരണ കോടതി ഇക്കാര്യം പരിഗണിക്കട്ടെ എന്നാണ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അതേസമയം കോടതി രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് വി.എസിന്റെ അഭിഭാഷകൻ ചെറുന്നിയൂർ ശശിധരൻ നായർ പറഞ്ഞു. 31 കേസുകളും നിലവിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട വി.എസ്. അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ കൗണ്ടറിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിലും സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്ററിം റിലീഫ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അത് ഡെഫമേഷൻ കേസുകളിൽ ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ ഇൻ്ററിം റിലീഫ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇൻ്ററിം ഇൻജങ്ഷനും പാടില്ല, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദിസ് ജങ്ചർ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും തള്ളിയിട്ടില്ലെന്നും വിചാരണ കോടതിയിൽ ഇക്കാര്യം വ്യക്തമാകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭിഭാഷകന്റെ പ്രതികരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.